യേശു പാലസ്തീനിൽ തന്റെ ശുശ്രൂഷ ആരംഭിച്ചു. യേശുവിന്റെ ശുശ്രൂഷ ജനങ്ങളിൽ വലിയ മതിപ്പുണ്ടാക്കി. യേശു പ്രസ്ഥാനം നേതാക്കൾ എന്ന നിലയിലുള്ള അവരുടെ സ്ഥാനം അപകടപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനാൽ യഹൂദ നേതാക്കൾക്ക് യേശുവിന്റെ ശുശ്രൂഷ സഹിക്കാൻ കഴിഞ്ഞില്ല. റോമാക്കാരുടെ സഹായത്തോടെ യേശുവിനെ ക്രൂശിച്ചുകൊണ്ട് അവർ അത് അവസാനിപ്പിച്ചു. യേശുവിന്റെ പെട്ടെന്നുള്ള മരണം ശിഷ്യന്മാരെ ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്തു. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മൂവ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. താനെ മശിഹയാണെന്ന് അവകാശപ്പെട്ട യേശു പാലസ്തീനിൽ തന്റെ ശുശ്രൂഷകൾ ആരംഭിച്ചു. മശിഹയാണെന്ന് അവകാശപ്പെട്ട എന്ന് നമ്മൾ ഇതൊരു പഠിക്കുന്ന ഭാഗമായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. യേശു ക്രിസ്തു മശിഹയാണെന്ന് നമുക്കറിയാം, വിശുദ്ധ ബൈബിൾ നമ്മളത് പഠിപ്പിക്കുന്നു. എന്നാൽ യഹൂദന്മാരുടെ വീക്ഷണത്തിൽ കൂടെ നമ്മൾ നോക്കുന്നതാണ് അങ്ങനെ പറയാനുള്ള കാരണം. യേശു മശിഹയാണെന്ന് അവകാശപ്പെട്ട് പാലസ്തീനിൽ തന്റെ ശുശ്രൂഷ ആരംഭിച്ചു. യേശുവിന്റെ ശുശ്രൂഷ ഈ ജനങ്ങളുടെ ഇടയിൽ വലിയ മതിപ്പുണ്ടായി. അത് കർത്താവിന്റെ ശുശ്രൂഷ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. ജനമെല്ലാം കർത്താവിന്റെ പിന്നാലെ എപ്പോഴും ഉണ്ടായിരുന്നു. താൻ എവിടെയെല്ലാം ശുശ്രൂഷയ്ക്ക് പോകുന്നു അവിടെയെല്ലാം ജനം തന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ജനത്തിന്റെ ഇടയിൽ, യഹൂദന്മാരുടെ ഇടയിൽ വലിയ മതിപ്പുണ്ടാക്കിയ യേശുവിന്റെ ശുശ്രൂഷകളൊക്കെ. അപ്പോ പ്രസ്ഥാന നേതാക്കൾ, അതായത് യഹൂദ മത നേതാക്കൾക്ക് ഈ നിലയിലുള്ളതായിരിക്കുന്ന യേശുവിന്റെ ഈ ശുശ്രൂഷകൾ ജനങ്ങൾ വളരെ അട്രാക്ട് ചെയ്യപ്പെടുന്നു, ജനങ്ങൾ ആകർഷിക്കപ്പെടുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് വലിയ അപകടം വരുത്തുമെന്ന് ഇവർക്ക് തന്നെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ യഹൂദ മത നേതാക്കള് യേശുവിന്റെ ശുശ്രൂഷ സഹിപ്പാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. കാരണം ജനമെല്ലാം യേശുവിന്റെ കൂടെയാണ്. കർത്താവിന്റെ ശുശ്രൂഷയുടെ സമയത്ത് മത്തായിയുടെ സുവിശേഷത്തില് 19-ാം അധ്യായത്തിൽ ഇങ്ങനെ കർത്താവ് പറയുന്നുണ്ട്, ജനത്തെ നോക്കി കർത്താവിന് മനസ്സറിഞ്ഞു, കാരണം അവർ ഇടയിലില്ലാത്ത ആടുകളെ പോലെ ഉഴന്നു നടക്കുന്നതായിട്ട് കണ്ടു. അപ്പോ ഇങ്ങനെ ഉഴന്നു നടക്കുന്നതായിരിക്കുന്ന ജനത്തെ കണ്ടതായിരിക്കുന്ന കർത്താവ് എന്തുകൊണ്ടാണ് ജനത്തിന് അങ്ങനെ ഒരു അവസ്ഥ വന്നതെന്ന് അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. പുരോഹിതന്മാർ ഉണ്ട് എങ്കിൽ തന്നെയും പുരോഹിതന്മാർ അവരെ ആടുകളെ ശ്രദ്ധിക്കുന്നില്ല, ആടുകളെ വേണ്ട നിലകളിൽ പരിപാലിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ജനം ഉഴന്നു നടക്കുന്നതായിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വന്നിരിക്കും. അപ്പൊ പുരോഹിതന്മാരെല്ലാം അവരുടെ കസേരകൾ ഉറപ്പിക്കുന്നതിനും സ്ഥാനമാനങ്ങളുടെ പിന്നാലെയും ഇങ്ങനെയുള്ളതായിരിക്കുന്ന പൊസിഷൻ നോക്കിക്കൊണ്ട് പോകുമ്പോൾ ജനത്തിന് ശ്രദ്ധ കിട്ടുന്നില്ല, ജനം ഉഴന്നു നടക്കുക. അപ്പോഴാണ് കർത്താവ് മശിഹയുടെ ആഗമനം, കർത്താവ് തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. ഇങ്ങനെ ക്രിസ്തുവിന്റെ ഈ ശുശ്രൂഷ തുടങ്ങി കഴിഞ്ഞപ്പോൾ ജനമെല്ലാം കർത്താവിന്റെ പിന്നാലെ പോയി. ഇത് കണ്ട പിന്നെ മത നേതാക്കൾക്ക് എന്തുണ്ടായി? അവർക്ക് സഹിപ്പാനായിട്ട് കഴിഞ്ഞില്ല. അവർക്ക് യേശുവിനോട് വലിയ എന്താ പറയാ വിദ്വേഷം അത് ഉളവാക്കുവാനായിട്ട് ഇടയായി തുടങ്ങി. റോമാക്കാരുടെ സഹായത്തോടെ യേശുവിനെ ക്രൂശിച്ചുകൊണ്ട് അവർ അത് അവസാനിപ്പിച്ചു. ആ കാലത്ത് ഭരണകൂടം എന്ന് പറഞ്ഞാൽ റോമൻ ഭരണകൂടമാണ്. റോമൻ ഭരണകൂടം യേശുവിനെ എങ്ങനെയാണ് ഒതുക്കേണ്ടത്, യേശുവിന്റെ ശുശ്രൂഷ എങ്ങനെയാണ് ഒതുക്കേണ്ടത് എന്ന് ഈ മത നേതാക്കൾ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് റോമൻ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ, അക്കാലത്തെ ഭരണകൂടമായിരിക്കുന്ന റോമൻ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? യേശുവിനെ ക്രൂശിക്കുന്നതിന് അവർക്ക് നിസ്സാരം കഴിഞ്ഞു. യേശുവിന്റെ പെട്ടെന്നുള്ള മരണം ശിഷ്യന്മാരെ ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്തു. അപ്പോ യേശുവിന്റെ പെട്ടെന്നുള്ളതായിരിക്കുന്ന ഈ മരണം, കർത്താവ് തന്റെ മരണത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ശിഷ്യന്മാർ ഒട്ടും പ്രതീക്ഷിക്കാത്തതായി, അവരുടെ പ്രതീക്ഷകളായിരുന്നില്ല അത്. അപ്പോൾ അവരുടെ പ്രതീക്ഷകൾ അല്ലാതിരുന്നതായിരിക്കുന്ന ഒരു സമയത്ത് എന്ത് സംഭവിച്ചു? ശിഷ്യന്മാര് പെട്ടെന്ന് തന്നെ ഇതവർക്ക് പെട്ടെന്നൊരു വിഷമഘട്ടത്തിലേക്ക് അവരെ കൊണ്ടുപോയി, വലിയൊരു ആശയക്കുഴപ്പത്തിലേക്ക് അവരെ കൊണ്ടുവരേണ്ടിയായിരുന്നു. യഹൂദ അധികാരികളെ ഭയന്ന് അവർ ഒളിച്ചു. എന്നിരുന്നാലും 3-ാം ദിവസം അവരുടെ യജമാനൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ശിഷ്യന്മാർക്കിടയിൽ ഒരു സമൂലമായ പരിവർത്തനം സംഭവിച്ചു. ഇങ്ങനെ തന്റെ ഗുരു അല്ലെങ്കിൽ തന്റെ യജമാനൻ മരിച്ചുപോയി എന്നുള്ള വലിയ വേദന അവരെ ഉളവാക്കിയെങ്കിലും അതിന്റെ ഭാഗമായിട്ടാണ് യോഹന്നാന്റെ സുവിശേഷം അവസാന അധ്യായത്തിൽ തിബിരിയാസ് കടൽക്കരയിൽ വള്ളവും വലയും എടുത്തുകൊണ്ട് കടലിലേക്ക് ഇറങ്ങുന്ന യോഹന്നാനെയും പത്രോസിനെയും തന്റെ കൂടെയുള്ളവരെയും നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് അവരുടെ ഇടയിൽ വലിയ ഭാരം അവരെ ഉണ്ടാക്കി. എന്നാൽ 3-ാം ദിവസം അവരുടെ ഗുരുവായിരിക്കുന്ന അവരുടെ യജമാനായിരിക്കുന്നവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് അവർ കേട്ട് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർക്കിടയിൽ വലിയ ഒരു സന്തോഷം അവരിൽ ഉളവാക്കുവാനായിട്ട് കാരണമായിരുന്നു. ജീവനുള്ള ക്രിസ്തുവിനെ കുറിച്ചുള്ള അവരുടെ ബോധ്യത്തിന് അടുത്തതായി ശിഷ്യന്മാരുടെ പരിവർത്തനത്തിന് കാരണമായ മറ്റൊരു വലിയ ഘടകം പെന്തക്കോസ്ത് ദിനത്തിൽ പരിശുദ്ധാത്മാവിന്റെ ദാനമായിരുന്നു. ഒന്ന്, ജീവനുള്ള ക്രിസ്തുവിനെ കുറിച്ചുള്ള അവരുടെ ബോധ്യത്തിന് അത് കാരണമായി തീർന്നു. കാരണം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതായിരിക്കുന്ന വലിയ സന്തോഷം അവർക്ക് വീണ്ടും ഒരു ആത്മവിശ്വാസം പകർന്നു. അതുപോലെ തന്നെ പെന്തക്കോസ്ത് നാളിൽ ദിനത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ കർത്താവ് പിതാവ് നിങ്ങൾക്ക് തരാമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നൽകും എന്നുള്ളതായിരിക്കുന്ന ഉറപ്പ് അത് അവരുടെ മേൽ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ, ആ ദാനം അവർക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും അവർക്ക് എന്തുണ്ടായി? അവർക്ക് വീണ്ടും ഒരു സന്തോഷത്തിന്റെ ദിനങ്ങളായി അത് മാറ്റപ്പെട്ടു. അപ്പൊ പെന്തക്കോസ്ത് ദിനത്തിൽ സഭയുടെ സജീവ ജീവിതം ആരംഭിച്ചതിനാൽ പെന്തക്കോസ്ത് ദിനം സഭയുടെ ജനനമായിരുന്നു. അപ്പൊ സഭയുടെ ജനന ദിവസം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെന്തക്കോസ്ത് ദിനമായിരുന്നു. പെന്തക്കോസ്ത് ദിനത്തെക്കുറിച്ച് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവ് വന്നതൊക്കെ കാണുന്നുണ്ട്. ഇങ്ങനെ പെന്തക്കോസ്ത് ദിനത്തിൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ചതായിരിക്കുന്ന ജനം അന്ന് സഭയുടെ ആരംഭം കുറിച്ചു.
യേശുവുമായുള്ള ബന്ധം, കാരണം 12 ശിഷ്യന്മാർ സമൂഹത്തിന്റെ നേതാക്കളായി സ്ഥാനങ്ങൾ വഹിച്ചു. യേശുവുമായുള്ള ബന്ധം മൂലം 12 ശിഷ്യന്മാർ അവർ സമൂഹത്തിൽ ഈ സഭയുടെ നേതൃതലത്തിലേക്ക് അവർ കടന്നു വന്നു. പ്രധാന പങ്കുകൾ അവർ വഹിച്ചു. അതിന്റെ ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. പത്രോസ് ജനത്തിന്റെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു എന്നുള്ളതായിരിക്കുന്ന ഭാഗം 2-ാം അധ്യായത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്നത്. 2-ാമത്തെ ഹെഡിംഗ് ആണ് അപ്പോസ്തോലിക കാലഘട്ടത്തിൽ ക്രിസ്തുമതത്തിന്റെ വികാസം, പെന്തക്കോസ്തിന്റെ ശ്രദ്ധേയമായ ഫലം, യെരുശലേമിലെ സഭ രൂപീകരണം. 3 വിഷയങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അത് അപ്പോസ്തലിക കാലഘട്ടത്തിൽ ക്രിസ്തുമതത്തിന്റെ വികാസം, 2 പെന്തക്കോസ്തിന്റെ ശ്രദ്ധേയമായിരിക്കുന്ന ഫലം, 3 യെരുശലേമിലെ സഭ രൂപീകരണം. ചിന്തിക്കാം. പെന്തക്കോസ്ത് സംഭവത്തിൽ പത്രോസിന്റെ സന്ദേശത്താൽ രക്ഷിക്കപ്പെട്ടവർ സുവിശേഷ സന്ദേശം അവർ വന്ന സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി. പെന്തക്കോസ്ത് ദിനത്തിൽ പത്രോസിന്റെ ആ സന്ദേശം വളരെ ശ്രദ്ധേയമാണ്. പത്രോസിന്റെ ആ സന്ദേശം എന്താണ്? പത്രോസിന്റെ സന്ദേശം പത്രോസിന്റെ കൃത്യമായിരിക്കുന്ന ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കുന്ന എന്താണോ കർത്താവ് പഠിപ്പിച്ചത് അതങ്ങനെ തന്നെ ഉപദേശത്തിൽ യാതൊരു പിഴവും വരുത്താതെ കൃത്യമായി തന്നെ പ്രസംഗിക്കുന്ന പത്രോസിന്റെ പ്രസംഗം വളരെ വ്യക്തമാണ്. കാരണം പത്രോസിന്റെ പ്രസംഗം കേട്ടപ്പോൾ ജനത്തിന് അവരുടെ ഹൃദയത്തിന് കുത്തുകൊണ്ടു. ആ കുത്തുകൊണ്ട ജനം ശേഷം ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് ചോദിച്ച ചോദ്യമാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം? തുടർന്ന് പത്രോസ് 36 മുതൽ 2-ാം അധ്യായത്തിന് 36 മുതലുള്ള വചനത്തിൽ നമ്മൾ വായിക്കുന്നത് കൃത്യമായിരിക്കുന്ന ഉപദേശം കൊടുക്കുന്നു. നിങ്ങളുടെ പാപങ്ങൾ മോചിച്ചു കിട്ടേണ്ടതിനായി നിങ്ങൾ മാനസാന്തരപ്പെടണം. ഇങ്ങനെ തുടങ്ങുന്ന ഉപദേശങ്ങൾ അവിടെ വ്യക്തമായിട്ട് പറയുക. അപ്പോ പത്രോസിന്റെ സന്ദേശത്താൽ രക്ഷിക്കപ്പെട്ടവർ സുവിശേഷ സന്ദേശം അവർ വന്ന സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി. ഈ പത്രോസിൽ കൂടെ ലഭിച്ചതായിരിക്കുന്ന ക്രിസ്തുവിന്റെ സന്ദേശം രക്ഷിക്കപ്പെട്ട് ദിനംപ്രതി സഭയോട് ചേർന്ന ജനം അത് വഹിച്ചുകൊണ്ട്, ഈ സുവിശേഷത്തെ വഹിച്ചുകൊണ്ട് അവർ വന്ന സ്ഥലങ്ങളിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് യെരുശലേമിൽ കൂടിയിരുന്ന ജനം 3000-ഓളം പേർ പത്രോസിന്റെ ആ പ്രസംഗത്തിൽ, ആദ്യ പ്രസംഗത്തിൽ തന്നെ രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിന്റെ സഭയോട് ചേർന്ന് കാണുന്നുണ്ട്. എന്നാൽ ഈ ജനം എന്ത് ചെയ്തു? അവിടെ നിന്ന് വിവിധ ദേശങ്ങളിലേക്ക്, അവർ പല ദേശങ്ങളിൽ നിന്ന് യെരുശലേമിൽ നടക്കുന്ന ഈ പെന്തക്കോസ്ത് പെരുന്നാൾ ആചരിക്കുവാൻ വേണ്ടി വന്നത് യെരുശലേം ദേവാലയത്തിൽ. ആ വന്ന സമയത്താണ് ഇവിടെ പരിശുദ്ധാത്മാവ് മർക്കോസിന്റെ മാളിമോറിയിൽ ഇറങ്ങുന്നത്, അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുന്നത്. തുടർന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് അവിടെ വന്നു നിന്നതായിരിക്കുന്ന ആ മർക്കോസിന്റെ മാളിമോറിയിൽ ആരൊക്കെയുണ്ട് അവരുടെ മേലെല്ലാം എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങിയെന്ന് നമ്മൾ വചനത്തിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആ മീറ്റിംഗിന് അനന്തരം വന്ന ജനമെല്ലാം അവരുടേതായ ദേശങ്ങളിലേക്ക് എന്ത് ചെയ്തു? പോയി. അപ്പോ ഈ സുവിശേഷ സന്ദേശം കൂടി ആരും കൊണ്ടുപോയി? ഇവർ വഹിച്ചുകൊണ്ട് പോകുകയാണ്. ഇവർ കേട്ട സുവിശേഷം, പത്രോസിൽ നിന്ന് കേട്ടതായിരിക്കുന്ന ഈ സുവിശേഷവുമായിട്ട് ഈ ജനം അവരവരുടേതായിരിക്കുന്ന ദേശങ്ങളിലേക്ക് അവർ യാത്ര പുറപ്പെട്ടു. ഹെല്ലനിസ്റ്റ് ക്രിസ്ത്യാനിയുടെ ചിതറിക്കൽ സഭയുടെ ജീവിതത്തിലും ദൗത്യത്തിലും ഒരു പുതിയ ഘട്ടത്തിന്റെ തുടക്കമായി മാറി. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-8 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ 7-ാം അധ്യായത്തിൽ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്നു. 8-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ കാണുന്ന സഭയ്ക്ക് വലിയ ഉപദ്രവമുണ്ടായി. അങ്ങനെ സഭ ചിതറിപ്പോയി. അപ്പോസ്തലന്മാരൊഴികെ ദൈവസഭ മുഴുവൻ എന്ത് ചെയ്തു? ചിതറിപ്പോയി. ഇങ്ങനെ അവിടെ കാണുന്നു ക്രിസ്ത്യാനികളുടെ ഈ ചിതറിക്കൽ സഭയുടെ ജീവിതത്തിലും ദൗത്യത്തിലും ഒരു പുതിയ ഘട്ടത്തിന്റെ തുടക്കമായി മാറി. എന്താണ് പുതിയ ഘട്ടത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്? ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, 1-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 7-8 വചനങ്ങളിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിയുമ്പോൾ നിങ്ങൾ യെരുശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങളുടെ സാക്ഷികളായി തീരും. കർത്താവ് പറഞ്ഞതായിരിക്കുന്ന ഈ കൃത്യമായിരിക്കുന്ന കൽപ്പന, ഈ ഉപദേശം അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ അത് സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ സഭയുടെ മേലത് സംഭവിക്കുക. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ജനം അന്ന് യെരുശലേം വിട്ട് വിവിധയിടങ്ങളിലേക്ക് പോയെങ്കിലും സഭ അതിവേഗം വളർന്നു. സഭയിൽ കൂട്ടായ്മകളുണ്ടായി. ജനം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ആത്മാവിൽ നിറയപ്പെടുവാൻ തുടങ്ങി. സഭ അതിവേഗം വളർന്നു യെരുശലേമിലെ സഭ. എന്നാൽ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു ചിതറലിന്റെ അനുഭവം, അവിടെ ചിതറിപ്പോയി എന്നുള്ളതായിരിക്കുന്ന പദം 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആ കാണുന്ന വേർഡ് ചിതറിപ്പോയി എന്ന് പറയുമ്പോൾ വിതയ്ക്കപ്പെടുക എന്നുള്ള അർത്ഥം കൂടി അതിനുണ്ട്. വിതയ്ക്കപ്പെട്ടവർ അല്ലെങ്കിൽ വിതയ്ക്കപ്പെടുക എന്നുള്ള അർത്ഥം കൂടെ ഈ ചിതറുക എന്നുള്ള വാക്കിന് അർത്ഥമായിട്ടുണ്ട്. അപ്പോ എന്താണ് സഭ വിതയ്ക്കപ്പെടുകയാണ്? സഭ വിതയ്ക്കപ്പെടുക എന്ന് പറയുമ്പോൾ എന്താണ്? അതിൽ പാകമായിരിക്കുന്ന വിത്തുകൾ, അല്ലേ? ഒരു വിതക്കാരൻ നല്ല വിത്ത് മാത്രമാണ് ആ നിലത്തിലേക്ക് ഉഴുത് മറിച്ച് ഒരുക്കപ്പെട്ടിരിക്കുന്ന നിലത്തിലേക്ക് എന്ത് ചെയ്യുന്നത്? വിതയ്ക്കുന്നത്. അങ്ങനെ വിതയ്ക്കപ്പെടുന്ന വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായതൊന്നും അതിനകത്ത് വരുന്നില്ല, കളയായതൊന്നും വരുന്നില്ല, അതിനകത്ത് നെൽമണികളില്ലാത്തതൊന്നും അതിനകത്ത് വരുന്നില്ല. എല്ലാം മുളച്ചതും പാകമായതായിരിക്കുന്ന കൃത്യസമയത്ത് വിളനിലത്തേക്ക് ഇറക്കേണ്ട പാകമാകുമ്പോൾ ആ വിധക്കാരൻ അല്ലെങ്കിൽ കൃഷിക്കാരൻ അറിയാം ഇത് കൃത്യമായി വിളനിലത്ത് ഇറക്കേണ്ട സമയമായിരിക്കും. അപ്പോൾ സഭ വിളഞ്ഞു നിൽക്കുന്ന, യെരുശലേമിലെ സഭ വിളഞ്ഞു നിൽക്കുന്ന സമയമായപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? ഞാൻ അതിനെ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? യെരുശലേമിലെ സഭ എന്ത് ചെയ്തു? വിതയ്ക്കപ്പെടുക. ചിതറിപ്പോയി എന്നുള്ളത് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. വിതയ്ക്കപ്പെടുക എന്നുള്ള അർത്ഥം കൂടി അതിനുണ്ട്. അപ്പോൾ അതിന്റെ മറ്റു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെയാണ് അതിന് കാണുന്നത്. അപ്പോൾ വിതയ്ക്കപ്പെടുക, സഭ വിതയ്ക്കപ്പെടുകയാണ്. അങ്ങനെ വിതയ്ക്കപ്പെടുന്ന ആ സന്ദർഭത്തിൽ ഓരോ മണികളും ഓരോ വിത്തുകളും വിവിധ ദേശങ്ങളിൽ ചെന്ന് ചാടി. അതിന് ഉദാഹരണമാണ് 8-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങൾക്ക് വരുമ്പോൾ ഫിലിപ്പോസ് ശമരിയിൽ പോയി സുവിശേഷം അറിയിച്ചു എന്ന് കാണുന്നത്. ഈ ശമരി എന്ന് പറയുന്ന പട്ടണത്തിൽ കഴിഞ്ഞ നാളുകളിൽ കർത്താവ് ആ പ്രദേശത്തൊക്കെ പോയത്, പക്ഷേ കർത്താവിനോട് അത്ഭുതങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം മറ്റൊന്നുമല്ല, അവർ കൈക്കൊണ്ടില്ല എന്ന് കാണുന്നത്. എന്നാൽ അതുപോലെ തന്നെ യോഹന്നാനും കടന്നുപോയിട്ടുണ്ട് ശമരിയിൽ. അപ്പോഴും മറ്റു പ്രത്യേകിച്ച് യോഹന്നാനെ കൊണ്ടൊന്നും അവിടെ ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ കർത്താവ് 1-ാം അധ്യായത്തിന്റെ 7-8 വചനത്തിൽ പറഞ്ഞതുപോലെ
നിങ്ങളെ യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിൽ ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ഓർമ്മിപ്പിച്ചതായ കാര്യം ഇവിടെ നിവർത്തീകരിക്കപ്പെടുക. ഇങ്ങനെ സഭ വിളഞ്ഞു നിൽക്കുന്ന സമയത്ത് നല്ല വിത്തുകൾ പാകമായപ്പോൾ അതിനെ വിതയ്ക്കപ്പെട്ടപ്പോൾ അതിലൊരു വിത്ത് ചെന്ന് ചാടിയത് ശമരിയിലാണ്. സമയമായപ്പോൾ ശമരിയ പോലും സുവിശേഷത്തിന് വേണ്ടി തുറക്കപ്പെട്ടു. അവിടെ കാണുന്ന ഫിലിപ്പോസ് അവിടെ ശക്തമായിരിക്കുന്ന സുവിശേഷ പ്രചരണം നടത്തുന്നു. രോഗികൾ സൗഖ്യമാകുന്നു, ഭൂതങ്ങൾ അലറി ഓടുന്നു. ഇങ്ങനെ ദേശത്തെ ജനം, നിങ്ങൾ 8-ാം അധ്യായം അത് വായിക്കണം, ദേശത്തെ ശമരിയ പട്ടണത്തിലെ ജനമെല്ലാം ഈ ഫിലിപ്പോസിന്റെ വാക്കുകൾക്ക് കാതോർത്തു എന്ന് കാണുന്നു. നമുക്ക് തുടങ്ങി വരാം. അപ്പോ ആ സഭയുടെ ദൗത്യത്തിന്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് ആരംഭം കുറിച്ചു. കാരണം അവർ എവിടെ പോയാലും അവർ തങ്ങളുടെ പുതിയ വിശ്വാസം പ്രസംഗിക്കാൻ തുടങ്ങി. ഈ ചിതറിപ്പോയവരെല്ലാം സുവിശേഷം പ്രസംഗിച്ചു എന്നാണ് 8-ാം അധ്യായത്തിന്റെ ആരംഭവാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. നിങ്ങൾ ആ പദങ്ങളൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിക്കൊള്ളണം. ഞാനിത് വായിച്ചു വിടേണ്ട കാര്യം ആയതുകൊണ്ട് വായിച്ചു വിടുകയാണ്. നിങ്ങൾ സമയം പോലെ ഈ വാക്യങ്ങളൊക്കെ പറയുന്നത് വായിച്ചു കൊള്ളണം, അത് ചേർത്ത് നിർത്തിക്കൊണ്ട് പഠിക്കണം. ദൈവത്തിന്റെ സ്വന്തം. അപ്പോ ഇങ്ങനെ ഇവർ പോയ സ്ഥലങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ സഭ ഇപ്പോൾ സുവിശേഷം പറഞ്ഞു, സഭ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ഇനി ഇവിടെ നിന്ന് ചിതറിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ സഭയിലുള്ളവരെല്ലാം സുവിശേഷം പറയും. ഇതാണ് സഭയുടെ ദൗത്യം, സഭയുടെ ഉത്തരവാദിത്വം. അപ്പോ യെരൂശലേമിൽ നിന്ന് ചിതറിക്കപ്പെട്ടത് സഭയാണ്. ശിഷ്യന്മാർ ഇപ്പോഴും യെരൂശലേമിലുണ്ട്. സഭ ചിതറിക്കപ്പെട്ടു. എന്തുകൊണ്ടാണ്? വളരെ ആഴമൊരു ചിന്തയാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ, സുവിശേഷം സത്യമായി അറിഞ്ഞവര്, ഇവർ ഈ വചനവുമായി ചിതറിക്കപ്പെട്ടവരെല്ലാം പോയിടത്തെല്ലാം കൂട്ടായ്മകൾ തുടങ്ങി. അവിടെയെല്ലാം ചെന്നിടത്തെല്ലാം സുവിശേഷം പറയാൻ തുടങ്ങി. ഇങ്ങനെ പോയ ജനം എല്ലായിടത്തും സുവിശേഷം പറഞ്ഞു. അപ്പോ പുതിയ കാലഘട്ടത്തിന് തുടക്കമായി. കാരണം അവർ എവിടെ പോയാലും അവർ തങ്ങളുടെ പുതിയ വിശ്വാസം പ്രസംഗിക്കാൻ തുടങ്ങി. ശമരിയിലെ സഭയുടെ ഉത്ഭവം ഫിലിപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മൾ കാണുന്നു. യെരൂശലേമിലെ പീഡനം കാരണം ശമരിയിലേക്ക് പോയ യെരൂശലേം സഭയിലെ 7 ഡീക്കന്മാരിൽ ഒരാളാണ് ആര്? ഈ ഫിലിപ്പോസ് എന്ന് പറയുന്ന വ്യക്തി. ഫിലിപ്പോസ് ക്രിസ്തുവിന്റെ ശിഷ്യനല്ല, മറിച്ച് ഫിലിപ്പോസ് യെരൂശലേമിലെ സഭയിലെ ഒരു ഡീക്കൺ, പറഞ്ഞൊരു മുതിർന്ന ഒരു വിശ്വാസിയാണ്. അതിനുശേഷം ഗാസയിൽ ഫിലിപ്പ് ഒരു എത്യോപ്യനെ സ്ഥാനപ്പെടുത്തി. അദ്ദേഹം നൂബിയയിലെ രാജ്ഞിയുടെ ട്രഷറായിരുന്നു നമ്മൾ പഠിക്കുന്നുണ്ട്. എത്യോപ്യൻ രാജ്ഞിയുടെ ട്രഷറായിരുന്ന മേൽവിചാരകനായിരുന്ന ഈ വ്യക്തി ഷണ്ണൻ എന്ത് ചെയ്തു? സ്നാനപ്പെടുന്നു. ആ ഭാഗമൊക്കെ 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിൽ. അവിടെ ഫിലിപ്പോസിനെ ശമരിയിൽ നിന്ന് ഈ ഗാസയുടെ ആ വഴിയിലേക്ക് തന്നെ പറഞ്ഞിരിക്കുന്നു, പരിശുദ്ധാത്മ കൊണ്ടുപോകുന്നു. തുടർന്ന് ആ വഴിയിൽ നിൽക്കുമ്പോൾ, വിജനമായ വഴിയിൽ നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ തേരിലേറി വരുന്നു. തേരിലിരുന്നു കൊണ്ട് അദ്ദേഹം യെശയ്യാ പ്രവചന പുസ്തകം വായിക്കുന്നു. അറുക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ കുറിച്ചുള്ള വചനവേദ ഭാഗം വായിക്കുമ്പോൾ തനിക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് തേരിനോട് ചേർന്ന് നിന്ന് ഫിലിപ്പോസ് ചോദിക്കുമ്പോൾ ഇത് വിവരിച്ചു തരാതെ, അർത്ഥം മനസ്സിലാക്കി തരാതെ എങ്ങനെ ഗ്രഹിക്കാൻ കഴിയുമെന്ന് അകത്തു നിന്ന് ഷണ്ണന്റെ മറുപടി കേട്ടപ്പോൾ താനും തേരിൽ കയറിയിരുന്നുകൊണ്ട് ഷണ്ണനോട് ഒരുമിച്ച് വിഷയത്തെ സമാധിച്ച് അവസാനം അറുക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാട് കർത്താവായ യേശു ക്രിസ്തു അത്രയെന്ന് തന്നെ പറഞ്ഞ് ധരിപ്പിക്കുകയും അത് തന്നെ സ്നാനത്തിലേക്ക് നയിക്കുകയും യഥാർത്ഥ സുവിശേഷം. ഇവിടെയാണ് പത്രോസിന്റെ ആദിമ പ്രസംഗത്തിന്റെ പ്രത്യേകത നമ്മൾ പഠിക്കേണ്ടത്. പത്രോസിന്റെ പ്രസംഗത്തിൽ ജനത്തിന് വേണ്ട സുവിശേഷം കൃത്യമായി എത്തി. ജനത്തിന് വേണ്ട കൃത്യമായിരിക്കുന്ന സുവിശേഷം എങ്ങനെ അറിയിക്കണം എന്നുള്ളത് യെരൂശലേമിലെ സഭ നന്നായി പഠിച്ചിരുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. യെരൂശലേമിലെ സഭയിൽ നിന്ന് ഇങ്ങനെ ഫിലിപ്പോസ് പോയി. ഫിലിപ്പോസ് കാണുന്നവരുടെ സുവിശേഷം പറയുന്നു. അവർ സുവിശേഷം കേട്ടയുടനെ കർത്താവായ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാനായിട്ട് തയ്യാറാകുന്നത്. ഇങ്ങനെ ഫിലിപ്പോസും ഷണ്ണനുമായിട്ടുള്ള സംസാരത്തിന്റെ ഒടുവിൽ ഷണ്ണൻ പറയുന്നുണ്ട്, ആ വെള്ളം ഇനി സ്നാനമേൽക്കുന്നതിന് എന്ത് തടസ്സം? ഇങ്ങനെ ഈ ഫിലിപ്പോസിന്റെ കൈയാല് ഷണ്ണൻ സ്നാനമേൽക്കുന്നതായിട്ട് കാണുന്നു. ഇങ്ങനെ സഭയുടെ വികസനം അല്ലെങ്കിൽ പുരോഗമനം ആരംഭിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം കൈസരിയിലും സന്ദർശിച്ചു. അടുത്ത വചനഭാഗത്ത് കാണുന്നു, ഫിലിപ്പോസ് ഇങ്ങനെ ആ ഭാഗത്ത് നിന്ന് പരിശുദ്ധാത്മാവ് തന്നെ കൈസരിയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ കൈസരിയെ സന്ദർശിക്കുകയും ഒരു ക്രിസ്ത്യൻ സമൂഹം സ്ഥാപിക്കുകയും ചെയ്തു. ഇതിനിടയിൽ ക്രിസ്തുമതം സ്ത്രീയുടെ തലസ്ഥാനമായ അന്ത്യോക്യയിലേക്ക് വ്യാപിച്ചു. അപ്പോ സഭയുടെ ക്രിസ്തുമതത്തിന്റെ വിശ്വാസികളുടെ ക്രിസ്ത്യാനികളുടെ തലസ്ഥാനം എന്ന നിലയിൽ അന്ത്യോക്യ അവിടെ അറിയപ്പെടുന്നു. ഇങ്ങനെ കൈസരിയിലും സന്ദർശിച്ച് ക്രിസ്തീയ സമൂഹം അവിടെ വ്യാപരിക്കുകയും അന്ത്യോക്യയിലും സുവിശേഷം അറിയിച്ച് അങ്ങനെ സ്ത്രീയുടെ തലസ്ഥാനമായിരിക്കുന്ന അന്ത്യോക്യയിൽ അവിടെ ഇതിന്റെ ക്രിസ്തുമതത്തിന്റെ തലസ്ഥാനം എന്ന നിലയിലേക്ക് അത് വരുവാനായിട്ട് ഇടയായി തീർന്നു. ഇതെല്ലാം ഈ പറയപ്പെടുന്ന അധ്യായങ്ങൾ നമ്മൾ കാണുന്ന ഭാഗമാണ്. ലൂക്കോസിന്റെ അഭിപ്രായത്തില് ആരാണ് ഈ ലൂക്കോസ്? അപ്പോസ്തലപ്രവൃത്തിയിൽ എഴുതിയ വൈദ്യനായിരിക്കുന്ന ലൂക്കോസിന്റെ അഭിപ്രായത്തില് പീഡനത്താൽ ചിതറിപ്പോയ ജനങ്ങളിലൂടെയാണ് അന്ത്യോക്യയിൽ ക്രിസ്തുമതം അവതരിക്കപ്പെട്ടത്. അന്ത്യോക്യയിൽ വലിയൊരു വിഭാഗം വിശ്വാസികളായി തീർന്നുവെന്നും ലൂക്കോസ് കൂട്ടിച്ചേർത്തു. പ്രവൃത്തികളുടെ പുസ്തകം അനുസരിച്ച് അന്ത്യോക്യയിലെ സഭയിലാണ് ആദ്യമായി വിജാതീയ അംഗങ്ങൾ സഭയിൽ ഉണ്ടായിരുന്നത്. അപ്പോ പ്രവൃത്തികളുടെ പുസ്തകം, അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിന്റെ യഥാർത്ഥമായ ചരിത്രം പശ്ചാത്തലം അനുസരിച്ച് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അന്ത്യോക്യയിലെ സഭയിലാണ് ആദ്യമായിട്ട് വിജാതീയ അംഗങ്ങൾ സഭയിലുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ യഹൂദനല്ലാത്ത മറ്റ് അന്യജാതി മതസ്ഥരൊക്കെ അന്യജാതിക്കാർ എന്നുണ്ടായിരുന്നു സഭയിൽ കടന്നു. ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ ആദ്യമായി ക്രിസ്ത്യാനികളെന്ന് വിളിച്ചത് അന്ത്യോക്യയിലാണ്. ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ ആദ്യമായി ക്രിസ്ത്യാനികളെന്ന് നാമകരണം ചെയ്യപ്പെട്ടത് എവിടെയാണ്? അന്ത്യോക്യയിലാണ്. ഇത് പ്രത്യേക സത്യത്തെ സൂചിപ്പിക്കുന്നു. ജെറുസലേമിന് അടുത്തായി ക്രിസ്തുമതത്തിന്റെ വികാസത്തിൽ അന്ത്യോക്യ ഒരു പ്രധാന പങ്ക് വഹിച്ചു. പൗലോസ് തന്റെ ആദ്യ മിഷണറി യാത്ര ആരംഭിച്ചത് അന്ത്യോക്യയിൽ നിന്നാണ്. അപ്പോസ്തലിക കാലഘട്ടത്തിലെ മഹാനായ മിഷണറിമാരിൽ ഒരാളായിരുന്ന പൗലോസ് റോമൻ സാമ്രാജ്യത്തിലെ ഒരു മഹാനഗരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് തന്റെ വിശ്വാസം പ്രസംഗിച്ചുകൊണ്ട് അദ്ദേഹം വ്യാപകമായി സഞ്ചരിച്ചു. തന്റെ ആദ്യ മിഷണറി യാത്രയിൽ ബർന്നബാസിനൊപ്പം സിസിലിയ, ഇക്കോന്യ, ലൂസ്ത്ര, ദർബ എന്നിവിടങ്ങളിലെ അന്ത്യോക്യ സന്ദർശിച്ച് ക്രിസ്തുമതം സ്ഥാപിച്ചു. ഈ കേന്ദ്രങ്ങളിൽ നിന്ന് ക്രിസ്തുമതം ചുറ്റുമുള്ള പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു. പിന്നീട് പൗലോസ് തന്റെ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ ഏഷ്യ മൈനറിന്റെ ഉൾപ്രദേശങ്ങളിൽ സഞ്ചരിച്ച് ഗലാത്യ, ഫിലിപ്പിയ, തെസലോനിക്ക, ഏതൻസ്, കൊരിന്ത്, ഗ്രീസ് എന്നിവിടങ്ങളിൽ പള്ളികൾ സ്ഥാപിച്ചു അല്ലെങ്കിൽ കൂട്ടായ്മകൾ സ്ഥാപിച്ചു.
സഭകൾ സ്ഥാപിച്ചു. തന്റെ മൂന്നാമത്തെ മിഷണറി യാത്രയിൽ അദ്ദേഹം എഫെസോസിലേക്ക് പോയി 3 വർഷം അവിടെ താമസിച്ച് എഫെസോസ് സഭയുടെ നേതാവായി തിമോത്തിയെ തിരഞ്ഞെടുത്തു. 1-ാം നൂറ്റാണ്ടിൽ ഭൂരിഭാഗം ക്രിസ്ത്യാനികളും സമൂഹത്തിലെ താഴെത്തട്ടിൽ നിന്നുള്ളവരായിരുന്നു. സമൂഹ ജീവിതത്തിലും ഭരണത്തിലും ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്ന മധ്യവർഗ ഉന്നത വിദ്യാഭ്യാസ വിഭാഗങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ കുറവായിരുന്നു. അവരിൽ സ്ത്രീകളാണ് ഗണ്യമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. യാത്രയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സുവിശേഷവൽക്കരണത്തെ വളരെ ഫലപ്രദമാക്കി പൗലോസിന്റെ ജീവിതത്തിൽ.